ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് ശക്തമായൊരു സന്ദേശം തരിക, മരിച്ചവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാനുള്ള സന്ദേശമാണ്. പലപ്പോഴും ഈ ദൈവവചന ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം മരിച്ചവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി കർത്താവ് സന്ദേശം തരാറുണ്ട്. ഇവിടുത്തെ ഓരോ ധ്യാനങ്ങളിലും ഓരോ ശുശ്രൂഷകളിലും ഓരോ വ്യക്തികളുടെ വീടുകൾ വെഞ്ചരിക്കാൻ പോകുമ്പോഴും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പല മക്കൾക്കും കർത്താവ് തരുന്ന വ്യക്തമായൊരു സന്ദേശമായിരുന്നു മരിച്ചവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. അതിനെപ്പറ്റി ഓൾറെഡി അച്ഛൻ ഒരു ദൈവവചന ശുശ്രൂഷയിൽ പറഞ്ഞ് നമ്മൾ പ്രത്യേകം വചനേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും കർത്താവ് തന്നെ വീണ്ടും നമ്മോട് ആവശ്യപ്പെടുകയാണ്, മരിച്ചവർക്ക് വേണ്ടി അവരെ കടമ മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുറേ പേരൊക്കെ മരിച്ച പോയ വ്യക്തികളോർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ട് വേദനിച്ച് ഇരിക്കുന്ന മക്കളുണ്ട്. അത് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിലൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കും. അവർക്കാണ് ഒരിക്കൽ ഈ അൽ റുഹ ധ്യാന സെൻറ്ററിലേക്ക് ഒരു താമസ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി. ആ സഹോദരി എപ്പോഴൊക്കെ താമസ ധ്യാനത്തിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അപ്പോൾ ഓടി വന്ന് കരയും. അത് അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരക്കടിക്കും. ഞാൻ ചോദിച്ചു എന്താണോ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞോ അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എങ്ങനെ? ഒരു കുലീന വീട്ടിലത്തെ ഒരു സഹോദരിയാണ്. ഒരിക്കൽ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയും ഭക്ഷണം കഴിഞ്ഞ് ഒരു സോഫയിൽ ചിരിച്ചും വർത്താനം വന്നിരിക്കെ ഇതേ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തളർച്ച, ഇതേ കുഴഞ്ഞു വീഴുന്നു. ഭാര്യയുടെ മുന്നിൽ കിടന്നുകൊണ്ട് മരിക്കുകയാണ്. അപ്രതീക്ഷിതമായ രീതിയിലൊരു മരണം. ആ സഹോദരിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അന്ന് മുതൽ 6 മാസമായി പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. ഈ സഹോദരിക്ക് ദൈവത്തോട് ദേഷ്യം, എല്ലാവരോടും ദേഷ്യമാണ്. വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അന്ന് മുതൽ പള്ളിയോ പ്രാർത്ഥനയോ ഒന്നുമില്ല. ഞാനിതുപോലെ പ്രാർത്ഥിച്ചിട്ടും പള്ളിയിൽ പോയിട്ടും ഇങ്ങനെയല്ലേ സംഭവിച്ചത്. ഒന്ന് ഒരുക്കത്തോടെ മരിക്കുകയാണെങ്കിൽ മരിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു ഒരുക്കമില്ലാതെ, അതും ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് സംസാരിച്ച് ചിരിച്ച് വർത്താനം വന്നുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു. അത് ആ സഹോദരിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ആ ഇടവയിൽ തന്നെ വേറൊരു പ്രാർത്ഥനക്കാരി ചേച്ചി ഈ സഹോദരിയുടെ അവസ്ഥ കണ്ടു പോയി സംസാരിച്ച് നിർബന്ധപൂർവം ഇവിടെ താമസമുള്ള ധ്യാനത്തിന് കൊണ്ടുവരികയാണ്. ഈ താമസമുള്ള ധ്യാനത്തിൻ്റെ ദിവസവും 5 ദിവസത്തെ ധ്യാനത്തിൽ പല സമയത്തും അതിന് ഫസ്റ്റ് കൗൺസിലിങ്, സെക്കൻഡ് കൗൺസിലിങ്, പല കൗൺസിലിങ്ങിലൊക്കെ കഴിഞ്ഞു. പക്ഷേ ധ്യാനമോ കൗൺസിലിങ്ങോ ഒന്നും ഒരു ആശ്വാസമോ സമാശ്വാസമോ കിട്ടുന്നില്ല. അങ്ങനെ ധ്യാനവും കഴിഞ്ഞു. അവസാനത്തെ ദിവസത്തെ വെള്ളിയാഴ്ച രാവിലത്തെ ഒരു കുർബാന മാത്രം, അത് കഴിഞ്ഞാൽ ആളുകൾക്ക് വീട്ടിൽ പോകാം. ആ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുകയും കർത്താവ്
ആ കുർബാനക്കടയിൽ എനിക്ക് കിട്ടിയൊരു സന്ദേശം, ഒരു ദർശനം, മനോഹരമായ ദർശനം ഞാൻ അവരെ ആ കുർബാന കഴിഞ്ഞപ്പോൾ അറിയിച്ചു. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിത ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒത്തിരി ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന രീതിയിൽ ഒരു മനോഹരമായ ദർശനം കർത്താവ് എനിക്ക് തരുന്നുവെന്ന് ഞാൻ അവസാനം അറിയിക്കുകയാണ്. അങ്ങനെ കുർബാന കഴിഞ്ഞ് ഞാൻ സംഗീതത്തിലേക്ക് ചെന്നപ്പോൾ ഇതാ നമ്മുടെ ഈ ചേച്ചി ഓടി വരികയാണ്. ഇത് സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ട് അത്രയും സന്തോഷത്തിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മഹാദർശനം ഈ കുർബാനക്കിടയിൽ അച്ഛൻ കണ്ടുവന്ന്. എനിക്കും ഉണ്ടായി അങ്ങനെ ഒരു ദൈവാനുഭവം. ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുർബാനക്കിടയിൽ എൻ്റെ ഭർത്താവ് തൂവെള്ള വസ്ത്രം ധരിച്ച് എൻ്റെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് എൻ്റെ മുന്നിലേക്ക് വന്നു. അങ്ങനെ അപ്രത്യക്ഷമായി പോയി. എനിക്ക് കുർബാന ഭയങ്കര അനുഭവമായി. അതോടുകൂടി എൻ്റെ ഭർത്താവ് മരിച്ചതിൻ്റെ വേദന കർത്താവ് ഇന്ന് എടുത്തു മാറ്റി. കണ്ടോ, എത്ര ധ്യാനവും അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒന്നും കൂടിയിട്ട് ഒരു അനുഭവം ആവാതിരുന്ന ആ സഹോദരിക്ക് ആ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയിൽ പ്രത്യേകമായിട്ട് ആ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്തൊരു മനോഹരമായ ദർശനം, ആ ദൈവാനുഭവത്തിലൂടെ വലിയ ആശ്വാസം സമാശ്വാസം ലഭിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കുകയല്ല, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. മരിച്ചവർ വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവരെ പറ്റിയുള്ള ഓർമ്മകളും വിശ്രമിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ മരിച്ചവരെ ഓർത്ത് ഈ പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത് എന്നാണ് പൗലോസ്ലീഹ നമ്മോട് പറയുക. നമുക്ക് ഈ സമയം ഏറ്റു പറയുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പും. നമുക്ക് ആ വചനം ഏറ്റുപറഞ്ഞ് ഈ സമയം പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു: സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കരങ്ങൾ എത്തുന്ന ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിച്ചവരെ വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവരെ പറ്റിയുള്ള ഓർമ്മകളെ വിശ്രമിക്കട്ടെ. കരം ഉയർത്തി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക. മരിച്ചവർക്ക് ഉയർപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നിരാശയുടെ ദുരാത്മാവ് വിട്ടുപോട്ടെ, മരണ ഭയം വിട്ടുപോട്ടെ. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ.
ഹാലലുയ. നമ്മൾ ഏറ്റു പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, ആശ്വാസം നിറയട്ടെ. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ഹാലലുയ 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 ഹാലലുയ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് കരങ്ങളടിച്ച്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിംഗനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിംഗനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിച്ച് എല്ലാവരും. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്ന തിരത്തത്തെ കടയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗുണോത്ര, ദുഷ്ടദോഷം, പൈശാചിക പീഡനങ്ങൾ, ബാധകൾ, കൈവശങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയും ദൂരേട്ടന്മേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശതനായ ദൈവത്തിന്റെ ചതിയ രക്ഷകനായ യേശുക്രിസ്തു നാമത്തിലും പരിശുദ്ധ കന്യാപുരന്റെ ചതിയരും മധ്യസ്ഥാലും നികാർ റഫ ഗബ്രിയ മലമയുടെ ശക്തമായ ശാന്ത സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിത സമൂഹത്തിന്റെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായുവിലുള്ള വസ്തുക്കളും ഭക്ഷണങ്ങൾ തോന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്ക 4:8, മർക്കോസ് 16:5, ഉന്നിയോന 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര മന്ത്രി വചന ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭം, ഇടിമിട്ട് നാശനഷ്ടങ്ങൾ, ഉറപ്പ്, ദ്വേഷം, വാസി, വൈരാഗം, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജടിക, ദിവ്യാസ്തി, കോപാസ്തി, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബോധം, അഹങ്കാരം, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്ര തടസ്സം, പഠന തടസ്സം, കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ചെറുതുവലുതുമായ രോഗപ്പെട്ടുകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നീട് പൈശാചിക അരുവി, അന്ധകാര സത്യ, സാത്താൻ സത്യയുടെ ദുഷ്ടചതികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശ്വര കുരിശനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വിളിച്ചു വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ഹാലുലി അലുലി 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 അലുലിയ ഹാലുലി അലുലി 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 അലുലിയ. വിളിച്ചോ 3 പ്രാവശ്യം. യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നിത്യ തേജസ്സിൻഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ എല്ലാ കഷ്ടതകളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കും. രോഗപീഠകളെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഹാലുലി അലുലി അലുലിയ. വ്യക്തി പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും.
തളർന്നു പോകാതെ സ്തുതിക്കുന്നു. എല്ലാ ദുശീലങ്ങളും വിട്ടുപോട്ടെ. പാരമ്പര്യ തകർച്ചകൾ, പാരമ്പര്യ രോഗപീഠകൾ മാറിപ്പോട്ടെ. പാരമ്പര്യ ദുശീലങ്ങൾ മാറിപ്പോട്ടെ. പാരമ്പര്യ തിന്മകൾ വിട്ടുപോട്ടെ. മരിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആലുലി എല്ലാ ശുദ്ധീകരണാത്മകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആലുലി 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 ആലുലിയ മരിച്ചവരോർത്തുള്ള വിഷമങ്ങൾ മാറിപ്പോട്ടെ. മരണ ഭയം വിട്ടുപോട്ടെ. ആലുലി അടിക്കടിയുള്ള മരണങ്ങൾ, ദുർമരണങ്ങൾ, പൈശാചിപ്പീഠകൾ, രക്തചൊരിച്ചിലുകൾ വിട്ടുപോട്ടെ. ഷിയ റിയ 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 ആലുലി ആലുലിയ. ഇത് കണ്ടുപിടിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഷിയ റിയ റിയ റിയ. എല്ലാവരും സ്തുതിക്കുന്നു. അറിയാവുന്ന പോലെ ഹല്ലേലൂയ വന്ന് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പൈശാചിക പീഡ, രക്തചൊരിച്ചിൽ വിട്ടുപോട്ടെ. ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ശബനതമ പപതല സലതമ പപപ അമമപത ഹലബ മമതല ഹലബ ശിമികല ഹലബ ലബല ശിരിരിരി 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 ശിരിരിരി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരിരി. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഷിയാരിയ അരിയ 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 അരിയ. യേശുവേ നന്ദി പറയുന്നു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അറിയാവുന്ന പോലെ സ്തുതിക്കുന്നു. ഷിയാരിയ അരിയ 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 അരിയ. ശിരിരിരി. ചുടുവാദമുള്ള ആൾ പ്രാർത്ഥിച്ചോ. ചുടുവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജാൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. പല്ലിന് എപ്പോഴും കേടുവരുന്ന അവസ്ഥ, പല്ലിന് കേട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥിക്കുക. കാലുവേദന, കാലുകഴപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വാഴകൃഷി എപ്പോഴും പരാജയപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ എപ്പോഴും വെള്ളം വന്നോ മറ്റോ ചീഞ്ഞു പോകുന്ന അവസ്ഥ, വാഴകൃഷിയിൽ എപ്പോഴും പരാജയം. വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ജെനി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആൻ്റണി എന്ന മകൻ്റെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പൈൽസ് രോഗികൾ പ്രാർത്ഥിക്കുക. മൂലക്കുരു 5 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചെടികളുടെ നഴ്സറി നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഒരു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നാളുകളായി കുത്തി ചുമയുള്ള പ്രായമായ ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീഫ് അലർജിയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാലിലെ മുറിവ് ഉണങ്ങാതെ ഇരിക്കുന്ന ഒരു പ്രമേഹ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സ്കാനിങ്ങിൽ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിൽ ഭയപ്പെട്ടിരിക്കുന്ന ദമ്പതികളോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ദീപ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പാൻക്രിയാസ് ഗ്രന്ഥിക്ക് രോഗാവസ്ഥയുള്ള ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള 2 പേരുടെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിദേശത്ത് ജോലിക്ക് ശ്രമിച്ച് ലഭിക്കാതെ തിരിച്ചു വരാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുണ്ട്. ജോർജിയ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു. ലങ് ക്യാൻസറുള്ള ഒരു സഹോദരനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയുന്നു. എല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ അപൂർവ രോഗാവസ്ഥയെ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. എപ്പോഴും പനി വരുന്ന ഒരു യൂത്ത് മകളോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കിരൺ എന്ന മകൻ്റെ വിദേശയാത്ര തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. കാലിൽ സോറിയാസിസ് ഉള്ള ഒരു സഹോദരന് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. ഷോൺ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 2 വീലറിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയ ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നടത്താൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, സൗഖ്യപ്പെടുന്നുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞൊരു വ്യക്തിയുടെ ശാരീരിക അസ്വസ്ഥത കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മുലപ്പാൽ കുടിക്കാൻ മടിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു. ഷേവ് ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് ചൊറിച്ചിൽ വരുന്നൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പാർട്ട് ടൈം മാത്രം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്ഥിരമായ ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഛർദിയും വയറുവേദനയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മറിയാമ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്ഥലവിൽപ്പന തടസ്സം മാറാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ സ്ഥലവിൽപ്പന തടസ്സം മാറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഉഷ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായ തുമ്മൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ ടെൻഷനോടെ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുണ്ട്. കഴുത്തിന് ചുറ്റും ശക്തമായ ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പഠന മേഖലയിൽ ശക്തമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 മക്കളുടെ പഠന മേഖലയിൽ ബുദ്ധിമുട്ട് കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കിഡ്നി സ്റ്റോണുള്ള ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുത്തുന്നു. കണ്ണിൽ കുരു വരുന്ന അവസ്ഥ സൗഖ്യം തരുന്നുണ്ട്. വാടക വീടുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുണ്ട്. ക്യാൻസർ ആണോ എന്ന് നോക്കുവാൻ ടെസ്റ്റ് നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ബ്രസ്റ്റിൽ മുഴയുള്ളൊരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മഞ്ഞപ്പിത്തം മൂലം കിടപ്പിലായിരിക്കുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു. മലയോരത്തുള്ള ഒരു 2 ഏക്കർ സ്ഥലത്തിൻ്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മഞ്ജു എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. അമല എന്ന പേരുള്ളൊരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അമല ശക്തമായി പ്രാർത്ഥിക്കുക. കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു ആൺകുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കോഴി ഫാമിലെ കോഴികളെല്ലാം ചത്തുപോകുന്ന അവസ്ഥയുള്ള വ്യക്തിയോട് എന്നും ബന്ധന പ്രാർത്ഥന ചൊല്ലാനും വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാനും കർത്താവ് സന്ദേശം തരുന്നു.
തണുത്ത ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. മാനുവലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബാക്ക് പെയിൻ ഉള്ളൊരു നഴ്സിനെ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. കൊപ്ര ബിസിനസ് നടത്തുന്ന വ്യക്തിയോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മലദ്വാരത്തിൽ വ്രണം പോലെ മുറിവുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഉഴവൂര് ഭാഗത്തു നിന്നും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ശരീരമാസകലം ചൊറിച്ചിലുള്ളൊരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്നും തേളിൻ്റെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു ബയോപ്സി റിസൾട്ടിന് കാത്തിരിക്കുന്ന വ്യക്തിയോട് പേടിക്കേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. വീടിൻ്റെ വർക്ക് ഏരിയയിൽ സ്ഥിരമായി പാമ്പിനെ കാണുന്ന ഒരു കുടുംബത്തോട് എന്നും ബന്ധന പ്രാർത്ഥന ചൊല്ലാനും വീട് വെഞ്ചിരിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായ ശരീരവേദന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ശ്വാസതടസ്സമുള്ളൊരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ആഹാരം ചവച്ച് കഴിക്കാൻ സാധിക്കാത്ത അസഹനീയമായ വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കുടുംബ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരാളോട് കേസ് അവസാനിപ്പിച്ച് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സിസ്റ്ററിനോട് പരിശുദ്ധമ്മയുടെ ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായ ചെവി വേദനയുള്ള ഒരു മകളോട് സെക്കൻഡ് സ്റ്റേഡ് അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഡയാന എന്ന മകളോട് ഒരു തുറന്ന കുമ്പസാരം നടത്തി ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് റോബിൻ ചിത്ത്. ഞാൻ കൊല്ലം ജില്ല കുരിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് മത്സ്യബന്ധന തൊഴിലാണ്. ഞാൻ ജൂൺ മാസം 16-ാം തീയതിയിലുള്ള താമസമുള്ള ധ്യാനത്തിന് എൽറോയിലെത്തിയപ്പോൾ ആരാധന സമയത്ത് ബ്രദർ മെസ്സേജ് വിളിച്ച് പറയുണ്ടായി, ആഴക്കടലിൽ തെറിച്ച് വീണ മകൻ സ്രാവിൻ്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന്. അത് എനിക്കാണ് സംഭവിച്ചത്. ഞാൻ ആഴക്കടലിൽ തൊഴിലിന് പോയപ്പോൾ ശക്തമായ കാറ്റും നല്ല കോളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ബാലൻസ് വിട്ട് കടലിലേക്ക് തെറിച്ച് വീഴുകയുണ്ടായി. വീണ സമയത്ത് പെട്ടെന്ന് ഉയർന്നു വരാനും സാധിച്ചില്ല. ഞാൻ കടലിൽ പോയിരുന്നത് 150 നോട്ടിക്കൽ മൈൽ അകലെയാണ്, അതായത് 225 കിലോമീറ്റർ ദൂരെയാണ്. അവിടുത്തെ ആഴം 18,000-ലേറെ അടി ആഴമുണ്ട്. അത്രയും ആഴക്കടലിലാണ് കടലിൽ പോയത്. ആ സമയത്താണ് സ്രാവ് എന്നെ ആക്രമിക്കാനായിട്ട് എത്തിയത്. പക്ഷേ അത്ഭുതകരമായിട്ട് പരിശുദ്ധമ്മയുടെ സഹായം എനിക്ക് ആ സമയത്ത് സംഭവിച്ചു. അത്ഭുതകരമായ പരിശുദ്ധ അമ്മ എന്നെ രക്ഷപ്പെടുത്തി. എന്നെ ആ മത്സ്യത്തിൻ്റെ പിടിയിൽ എന്നെ അകപ്പെടാൻ പരിശുദ്ധമ്മ സമ്മതിച്ചില്ല. എന്നെ രക്ഷിച്ച ആ പരിശുദ്ധ അമ്മയ്ക്കും സർവശക്തനായ പിതാവിനും കൂടാനുകൂടി നന്ദി. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ മകൻ്റെ അമ്മയാണ് ഞാൻ. എൻ്റെ മകൻ കടലിലേക്ക് പണിക്ക് പോയപ്പോൾ മുതലേ ഞാൻ അത്ഭുത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പോയിട്ട് ഇവൻ മോനെ കാണാതായി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്ന ഒരുപാട് ആഴമുള്ള കപ്പൽശാലയിലേക്ക് ഉള്ള ആ റൂട്ടിലാണ് മോൻ ജോലിക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ആകെ ഭയമായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത്ഭുത ജപമാലയിൽ. അപ്പോൾ എൻ്റെ മകൻ വന്നു കഴിഞ്ഞിട്ടും ഈ സംഭവം എന്നോട് പറഞ്ഞതേയില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ ജൂൺ 16-ാം തീയതി ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വിളിച്ച് പറയുന്നത്, ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയ മകനെ സ്രാവ് വിഴുങ്ങാൻ വന്ന സ്രാവിൻ്റെ വാലിൽ നിന്ന് പരിശുദ്ധമ്മ അത്ഭുതകരമായി സംരക്ഷിച്ചു എന്നുള്ളത്. അപ്പോൾ അന്നേരം എനിക്കത് മനസ്സിലായില്ല എൻ്റെ മോനെ പറഞ്ഞത്. പിന്നെ എൻ്റെ മകൻ ചെന്ന് അത് ഞാനാണോ എന്ന് സാക്ഷ്യപ്പെടുത്തപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അത്ഭുത ജപമാലയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ മകനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അത്ഭുത ജപമാലയുടെ ആ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ഈശോയ്ക്കും മാതാവിനും ഒരു കൂടി നന്ദി ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ അല്ലെങ്കിൽ കേട്ടുകേൾവി മാത്രമെന്ന് നമ്മളൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അത്ഭുതമാണ് നമ്മളിപ്പോൾ ഈ സാക്ഷ്യത്തിൽ കേട്ടത്. അത് ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ ഇവർ രണ്ടുപേരും വന്നപ്പോഴാണ് അൽത്താരിൽ നിന്ന് ഒരു ബ്രദർ വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയി അത്ഭുതകരമായി സ്രാവിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്, അത് മാതാവാണ് രക്ഷിച്ചത്. കയറി നന്ദി പറയാനായിട്ട് അൽത്താരിൽ കയറി നന്ദി പറയുകയാണ്. അപ്പോഴാണ് ഈ സഹോദരൻ ഇത് പറയുക. അപ്പോഴാണ് ആ സഹോദരൻ്റെ അമ്മ ആ ധ്യാനത്തിലുണ്ട്. അവർ ഇത് മനസ്സിലാക്കുക. തൻ്റെ മകൻ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയി എന്ന് മനസ്സിലാക്കി. ചെറിയ ബോട്ടുകളിൽ ഉൾക്കടലിൽ പോകുന്നവരൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നാണ് ഈ അമ്മ എന്നോട് പറഞ്ഞത്. അത് കണ്ട് മനസ്സിലാക്കി എൻ്റെ മകൻ മിക്കവാറും മരിക്കാൻ സാധ്യതയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സഹോദരി അത്ഭുത ജപമാലയിൽ ഇവൻ ഉൾക്കടലിൽ പോയി ആ 14 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. ആ ദിവസങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥന അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥന. അപ്പോഴാണ് കാറ്റത്ത് ഈ കൊച്ചു ബോട്ടിൽ നിന്നും ഉൾക്കടലിലേക്ക് മറിഞ്ഞു വീഴുക. കടലിൻ്റെ ഉള്ളിലേക്ക് 225 കിലോമീറ്ററാണ് ഉള്ളിലേക്ക് പോയത്. അത് അത്രമാത്രം താഴ്ച, ഒഴുക്കിലോ അല്ലെങ്കിൽ ഇതിൽ പെട്ട്
ആ ചുഴിയിൽപ്പെട്ട് പൊങ്ങാൻ പറ്റാതെ വിഷമിക്കുമ്പോൾ ഇതാ വലിയൊരു സ്രാവ് ഇവനെ വിഴുങ്ങാൻ വരാമെന്ന് പറയുക. ഇവൻ പറയാണ്, ഒരു മനുഷ്യൻ്റെ വലുപ്പത്തിലുള്ളൊരു സ്രാവിന് ഒരിക്കലും നമ്മെ വിഴുങ്ങാൻ പറ്റില്ല, കാരണം എൻ്റെ വായി ചെറുതാണ്. പക്ഷേ അത്രയും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന രീതി ഭീമാകാരമായ ഒരു മത്സ്യം അത് വിഴുങ്ങാൻ വന്നു. പക്ഷെ അത് എവിടേക്കോ പോയി എന്നറിയില്ല, വന്നു എവിടേക്കോ പോയി. അത്ഭുതകരമായൊരൊറ്റ പൊങ്ങൽ അവർ പിടിച്ച് ബോട്ടിലേക്ക് ഇടുകയാണ്. അങ്ങനെ അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ, അത് സമുദ്രതാരമായ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ലഭിച്ച വലിയ സംരക്ഷണം. ഇവൻ്റെ അമ്മ വീട്ടിലിരുന്ന് ഇതൊന്നും അറിയാതെ തൻ്റെ മകൻ മരിക്കാതിരിക്കാൻ വേണ്ടി ശക്തമായ അത്ഭുതങ്ങളുടെ ജപമാല നിയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മാതാവിൻ്റെ വലിയ ഇടപെടൽ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയ മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഇതൊരു നിസ്സാര സാക്ഷ്യമേ അല്ല എന്ന് നമുക്കറിയാം. മാതാവിൻ്റെ വലിയ ഇടപെടലും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി വലിയ വിശ്വാസത്തോടെ ഈ രീതിയിലുള്ള പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളിപ്പോൾ പലതും എൽറുഹ ശുശ്രൂഷകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ഈ ദൈവവചന ശുശ്രൂഷയിലും സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനമെടുക്കുക. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. എല്ലാവരും ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ.